നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് സന്ദർശനത്തിനെത്തിയ മമ്മൂട്ടിയെ തേടി വിവാദങ്ങൾ എത്തിയിരിക്കുകയാണ്. ചൂരൽമല സന്ദർശനത്തിൽ തന്റെ ഒപ്പം നടന്ന CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് നീരസം പ്രകടിപ്പിച്ച നടൻ മമ്മൂട്ടിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം നടക്കുന്നത്. നിങ്ങൾ എപ്പോഴും തന്റെ ഒപ്പം നടന്നാൽ താൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന മമ്മൂട്ടിയുടെ ചോദ്യമാണ് ഇടത് സൈബർ ഹാൻഡിലുകളെ ചൊടിപ്പിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രാത്രിയോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ഡിവൈഎഫ്ഐ പ്രാദേശിക ഘടകങ്ങളുടെ ഉൾപ്പെടെ സാമൂഹിക മാധ്യമ പേജുകളിൽ കടുത്ത വിമർശനമാണ് നടൻ മമ്മൂട്ടിക്കെതിരെ ഉയരുന്നത്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറയാൻ മമ്മൂട്ടി ആരാണ് എന്ന ചോദ്യമാണ് ഇടത് സൈബർ ഗ്രൂപ്പുകൾ ചോദിക്കുന്നത്. മമ്മൂട്ടി എന്ന മഹാനടനിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നും ചില പേജുകളിൽ കുറിപ്പുകളുണ്ട്. ആളുകളോട് പെരുമാറുമ്പോൾ കലാകാരൻ ഉണ്ടാവേണ്ട വിനയവും ബഹുമാനവും ഈ പ്രായത്തിലും സ്വായത്തമാക്കാൻ നടൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും നടൻ മമ്മൂട്ടി അഹങ്കാരിയാണെന്നുമാണ് നിരവധി കേസുകളിലെ പ്രതിയും CPMന്റെ സൈബർ പോരാളികളിൽ ഒരാളുമായ അർജുൻ ആയങ്കിയുടെ പോസ്റ്റ്. അയാളൊക്കെ സിനിമയിലാണ് ഹീറോ. ജനങ്ങളുടെ കൂടെ പ്രതിസന്ധികളിൽ നിൽക്കുന്ന ജില്ലാ സെക്രട്ടറി അതിനേക്കാൾ ഉയരത്തിലാണെന്നായിരുന്നു നേരത്തെ PG ആർമി എന്നറിയപ്പെടുന്ന റെഡ് ആർമിയിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ്. ജില്ലാ സെക്രട്ടറിയോട് മാറി നിൽക്കാൻ പറഞ്ഞതിലൂടെ മമ്മൂട്ടി ചെറുതായി പോയെന്നായിരുന്നു പോരാളി ഷാജി ഗ്രൂപ്പിൽ വന്ന പോസ്റ്റുകളിൽ ഒന്ന്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിത പ്രദേശം സന്ദർശിച്ചപ്പോൾ റഫീഖ് അവിടെ ഉണ്ടായിരുന്നത് ഓർമ്മിപ്പിച്ച് എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി ഉപാധ്യക്ഷനുമായ അശോകൻ ചെരുവിൽ ഉൾപ്പെടെ രംഗത്തെത്തി. ഇത് കേരളത്തിന്റെ സാമൂഹിക മൂലധനമാണെന്നും അപൂർവമായി മാത്രമേ ഇങ്ങനെ ഉണ്ടാകുമെന്നുമായിരുന്നു ടൗൺഷിപ്പ് സന്ദർശിച്ച ശേഷം മമ്മൂട്ടിയുടെ പ്രതികരണം. ഒരു ജനത ആ നാട്ടിലെ നിരാശ്രയരായ ആപത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയതാണിത്. ഇത് ജനങ്ങളുടേതാണ്. നമ്മുടെ ജനങ്ങളുടെ മനസ്സാണത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെ. നിർമ്മാതാവ് ആൻഡോ ജോസഫും ഒപ്പമുണ്ടായിരുന്നു. മമ്മൂട്ടി ടൗൺഷിപ്പ് സന്ദർശിക്കാനായി വരുന്നതിന് തൊട്ടു മുൻപാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി ടൗൺഷിപ്പിലെത്തി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ കെ റഫീഖ് ഉൾപ്പെടെ CPM നേതാക്കൾ നേരത്തെ തന്നെ ടൗൺഷിപ്പിലുണ്ടായിരുന്നു. എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. മമ്മൂട്ടി പറഞ്ഞത് മോശമായി പോയി എന്നാണ് പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ മമ്മൂട്ടി ഈ പ്രസ്താവനയോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടുമില്ല.